മോളി പറഞ്ഞത് വെച്ച് നോക്കിയാ ആ കുട്ടൻപിള്ള ഔട്ട് ഹൗസ് തന്നെ കാണും. അതിപ്പോ എങ്ങനെ ഉറപ്പിക്കും? ചുറ്റും അവന്റെ ആൾക്കാരാ, അവര് മാറാതെ അതൊന്നും സാധിക്കത്തില്ല. അവരവിടുന്ന് മാറ്റണം. ഇപ്പൊ മാറ്റാം. അതിന് മായനെ തന്നെ പണിയണം. ഒരു ദിവസമെങ്കിലും അവൻ പൊങ്ങരുത്. നമുക്കേ മോളിയോട് പറഞ്ഞ് അവന് വല്ല മരുന്നും കലക്കി കൊടുത്താലോ? അതൊക്കെ വല്ല ബ്ലഡ് ടെസ്റ്റിലും കണ്ടുപിടിക്കും. ബ്ലഡ് ടെസ്റ്റിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട്, മാജിക് മഷറൂം. മാജിക് മഷ്റൂം. കള്ളിന്റെ പുറമെ ലേശം ഒന്ന് അടിച്ചാൽ ഏതവന്റെ ബാക്കിയുള്ള കിളിയൊന്ന് പാറും. അതെന്താ സാധനം? അമ്മച്ചി കണ്ടാ കൂണ് പോലെ ഇരിക്കും. കഞ്ചാവിനെ വെള്ളുന്ന സാധനം. ഇതൊക്കെ എങ്ങനെ അറിയാം? അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നവരെ കൊണ്ട് സത്യം പറയിക്കാൻ ആരും അറിയാതെ ചെയ്യുന്ന ഒരു പണിയാണ്. നീ വിചാരിച്ച ആ സാധനം ഒപ്പിക്കാൻ പറ്റുമോ? പിന്നത് എന്നാ നീ തന്നെ അത് മോളിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഞാനോ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ എന്നെ ഒറ്റയടിക്കാൻ കൊന്നുതരാൻ പറ്റുമോ? നോക്കാം. എടാ അവർ നിന്നെ ഒന്നും ചെയ്യില്ല. അതെ, മായമ്മൻ ഇവന്റെ കൊച്ചച്ഛന്റെ മോനാണല്ലോ. ഒന്നും ചെയ്യില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതെങ്ങാനും അയാൾ അറിഞ്ഞാല് എല്ലാത്തിനും പച്ചക്കാത്തിക്കും. അത് പൊളിക്കും, പൊളിക്കും, പൊളിക്കും. നീ കൊണ്ടുവരണം. കൂടെ വേണമെങ്കിൽ ഞാൻ മാജിക് മഷറൂം. ഹലോ ഡാഗിനി, നീ എന്നെ അന്വേഷിച്ച് ഒരുപാട് ഓടിയതല്ലേ? ഇനി മതി, നമുക്ക് ഈ ഒളിച്ചുകളി ഇവിടെ അവസാനിപ്പിക്കാം. നീ പറയുന്ന സ്ഥലം, പറയുന്ന സമയം. ചാത്തമ്മലയുടെ മുകളിൽ ഞാൻ ഉണ്ടാവും. ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരാം, ഒറ്റയ്ക്ക്. ഞാൻ നിന്റെ ആത്മാവ്. അപ്പൊ ഞാനോ? നീ വെറും ബോഡി. വണ്ടി എടുക്ക്, നമുക്ക് ചാത്തമല പോകണ്ടേ? അവിടെ പൊക്കണ്ടേ? വണ്ടി എടുക്ക്, എടുക്ക്. അതവളാണ്, നീ ചെല്ല്. നിങ്ങൾ വരുന്നില്ല, എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അയ്യോ അയ്യോ, ഈ വഴി ഇറങ്ങാൻ പറ്റില്ല, കടല. എന്നാ പിന്നെ ഈ വഴി ഇറങ്ങ. ഇന്നത്തോടെ കളി അവസാനിപ്പിക്കണം. അർജുനൻ മറന്നുവല്ലോ. അർജുനൻ പൽക്കുനും പാർത്ഥം കിരീടി. അർജുനൻ പൽക്കുനും പാർത്ഥം കിരീടി. ചത്തില്ല.
നീ എവിടെ അടിച്ചേ? തലക്കെട്ട് അപ്പച്ച ബാബാ കുട്ടമ്പിള്ള ജീവനോടുള്ള സ്ഥിതിക്ക് ആ പൈസ മായിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ആ ബാഗ് എവിടെ പോയി? എനിക്ക് തോന്നുന്നത് അയാൾ മോളി ചേച്ചിയോട് കള്ളം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ബാഗേ ഇല്ലെങ്കിലും. ഹലോ ഹലോ മോളി, ആ കുട്ടമ്പിള്ള പറഞ്ഞ പൈസയെ കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയാമോ? പൈസ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എവിടെ? ആരുടെ കയ്യില്? ഏ? ആ മൂന്നാമതൊരാൾ സീരിയൽ ബേബിയാണോ? റോസ്മേരി ഇല്ലേ? പുറത്തേക്ക് പോയല്ലോ, കണ്ടില്ലേ? ഇല്ല. എന്താ കാര്യം? അത് ഒരാളുടെ കുറച്ച് പൈസ ഇതിനകത്തുണ്ട്. ഇത് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കണം. ഇതാ അങ്ങോട്ട് വെച്ചോ. ഇങ്ങോട്ട് വെച്ചോ. തൽക്കാലം ഇത് ആരോടും പറയണ്ട. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ കാര്യം ഞാൻ നിങ്ങളോട് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. ആ പൈസ എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം കുട്ടേട്ടൻ ജീവനോട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. കുട്ടേട്ടനോട് ഈ വിവരം പറയുന്നതിന് മുമ്പ് ആ കുട്ടേട്ടനെ കൊണ്ടുപോയി. അണ്ണാ അന്ന് വന്ന കോൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ഫേക്കാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അണ്ണാ ശത്രുവിനെ തേടി ഇനി എങ്ങും പോണ്ട. അവരിവിടെ തന്നെയുണ്ട്, നിന്റെ തൊട്ടടുത്ത്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഒരുത്തനെ കൊണ്ട് ഇവിടെ കെട്ടിയിട്ടിട്ടില്ലേ? ഡാഗിനി അവന് വേണ്ടി വന്നതാ. ശത്രുവിന്റെ മുന്നിൽ അടിതെറ്റിയാൽ ഏത് കൊമ്പനും വീഴും. പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് അവന്റെ തലയിൽ